പി കെ കുഞ്ഞാലിക്കുട്ടി സംസാരിക്കുന്ന സഭയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു എന്തെല്ലാം മുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. വന്ന് സർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്ത ഇന്നലെ ആരോ എന്നോട് പറഞ്ഞു, പോലീസിന് തന്നെ അത്യാവശ്യമായി പോകണമെന്നുണ്ടെങ്കിൽ പെട്രോൾ അടിക്കാൻ പൈസയുടെ കുറവുണ്ട് എന്ന് പറയുന്നു. പെട്രോൾ അടിക്കാൻ കഴിയുന്നില്ല സർ. അങ്ങനെ പോലീസിങ് വരെ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് നിന്നു പോകുന്ന ഒരു സ്ഥിതി വന്നാൽ എന്താവും കഥ? അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി വളരെ ഗുരുതരമാണ്. വളരെ ഗുരുതരം ആയ സ്ഥിതി ഇപ്പോൾ ബാധിച്ചു തുടങ്ങി. ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി ഇരിക്കുന്നു, പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇത്ര എണ്ണം തുറന്നു, ഇത്ര എണ്ണം അടച്ചു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഫണ്ടേ കിട്ടുന്നില്ല. ഫണ്ട് കിട്ടാത്ത ഒരുപാട് എത്ര സ്ഥാപനങ്ങളാണ് അടഞ്ഞു കിടക്കുന്നത്. ശമ്പളമില്ല, ബാക്കിയുള്ളതില്ല, ഒക്കെ മുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സാർ, എൻ്റെ വിമർശനം എന്ന് പറയുന്നത് ഈ സ്ഥിതിയെ വേണ്ടത്ര ഒരു ഗൗരവത്തിൽ ഗവൺമെൻറ് എടുത്തിട്ടുണ്ടോയെന്നാണ്. ഉണ്ടെങ്കിൽ ചെലവുചുരുക്കൽ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഇന്നത് അധിക ചിലവുണ്ട്, പിന്നെ ദൂർത്താണ്, മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ എക്കണോമിക് മെഷേഴ്സ് എവിടെ? ഒരു ചെലവ് ചുരുക്കൽ നടപടി എവിടെ? പിന്നെ കേന്ദ്രത്തിൽ സർ ഇപ്പോൾ കൊടുക്കേണ്ട കേരളത്തിൻ്റെ ഒരു മെസ്സേജ് എന്താ? കേരളത്തിൽ ഈ GST സിസ്റ്റം വന്നപ്പോൾ എനിക്ക് വലിയ അതിശയം തോന്നി. ഇന്ന് രാവിലെ പിന്നെ ധനകാര്യമന്ത്രി പറഞ്ഞപ്പോൾ, ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ, സിസ്റ്റം ഇപ്പോഴും ശരിയായിട്ടില്ല എന്നാണ് പറയുന്നത്. 5 കൊല്ലം കഴിഞ്ഞു. 5 കൊല്ലമല്ലേ, 7 കൊല്ലമായി അല്ലേ GST പോന്ന്? അതെ, 7 കൊല്ലം. ഇപ്പോഴും IGST സംബന്ധിച്ച് ഇന്ന് പറഞ്ഞ അതനുസരിച്ച് ടാക്സ് നമുക്ക് കിട്ടുന്നില്ല എന്ന്, മര്യാദക്ക് കിട്ടുന്നില്ല എന്ന് സ്ഥാപിക്കാനാണ് ധനകാര്യമന്ത്രി ശ്രമിച്ചത്. കിട്ടണ്ടേ? എന്ത് പോക്കാ പോണത്? നേരത്തെ ആണെങ്കിൽ ചെക്ക് പോസ്റ്റിൽ പിടിക്കുമായിരുന്നു. അതുപോലെ തന്നെ ടാക്സ് ചുമത്താൻ നമുക്ക് അധികാരം ഉണ്ടായിരുന്നു. ടാക്സ് നോട്ടീസ് കൊടുക്കാം, കേസ് നടത്താം, എന്നിട്ട് അത് പിടിച്ചെടുക്കാം, അത് ഫൈനലാക്കാം. GST സമ്പ്രദായം അനുസരിച്ച് ഇതൊന്നും പറ്റൂല. ഒരു certain പെർസെൻറ്റേജ് അടച്ച് അവർ ഇപ്പോൾ ഇൻകം ടാക്സിൻ്റെ മാതിരി അപ്പീൽ പോവുകയാണെന്നുണ്ടെങ്കിൽ പോയതന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിസ്റ്റം മാറി. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന സെയിൽ ടാക്സ് ഓഫീസർമാരുടെ ഒരു പട തന്നെ ഇപ്പോഴും അവിടെ ഇരിക്കുകയാണ്. അവർക്ക് ഇപ്പോഴും ഈ സിസ്റ്റം മനസ്സിലായിട്ടില്ല. നമുക്ക് തന്നെ മനസ്സിലായില്ല. ധനകാര്യമന്ത്രി ഇന്ന് രാവിലെ സമർപ്പിച്ചത് അതാണ്. നമുക്ക് തന്നെ ഈ സിസ്റ്റം നേരാവണ്ണം ശരിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. എന്തൊരു കഷ്ടമാണിത് സർ. നമുക്ക് ടാക്സ് കെട്ടാനുള്ള അധികാരം പോയി. പൈസ നേരത്തെ ധനകാര്യമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ ഒക്കെ മാറി വന്ന ഗവൺമെൻറ്റുകൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ പണമില്ല എന്നുണ്ടെങ്കിൽ ടാക്സ് കെട്ടി പണം ഉണ്ടാക്കി, പണം കണ്ടെത്തി കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ഇപ്പോൾ അധികാരമില്ല, സിസ്റ്റം മാറി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യാനല്ല, സിസ്റ്റത്തിൽ ചോർച്ച ഉണ്ടാക്കാനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കഴിയും. അപ്പോൾ അതിനെ മാത്രം ആശ്രയിച്ച് ഇരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് സിസ്റ്റം മാറി. വലിയ ചിലവുള്ള സെയിൽ ടാക്സിൻ്റെ പടം മുഴുവൻ അവിടെ ഇരിക്കുന്നു. പക്ഷേ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല, ഫണ്ട് കിട്ടുന്നില്ല, IGST കിട്ടുന്നില്ല, ഇതിൻ്റെ ഇത് ശരിക്കും വർക്ക് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ചിലവുകൾ സർ, ഞാൻ പിന്നെ മുണ്ട് മുറുക്കി കൊടുക്കണം എന്ന് പറയുമ്പോൾ പിന്നെ യാതൊരു ദയയില്ലാത്ത വിമർശനമെന്ന് കരുതരുത്. പക്ഷേ എത്രയാ കോൺട്രാക്റ്റ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് കുറച്ചെങ്ങാണ്ടുമാണോ? അവിടെയും ഇവിടെയും കുറച്ച് ആളുകളൊക്കെ വെക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. എത്രയാ കോൺട്രാക്റ്റ് അപ്പോയിൻമെൻറ്റ്? ഈ കോൺട്രാക്റ്റ് അപ്പോയിൻമെൻറ്റിൻ്റെ ചിലവ്. അതുപോലെ തന്നെ സർ, ഈ ബോർഡുകൾ എന്ന് പറഞ്ഞ് എല്ലാവരെയും ഓരോ സ്ഥാനത്ത് ഇരുത്താൻ വേണ്ടി എത്ര ബോർഡുകളാണ്. അവരൊക്കെ അതിൻ്റെ ചെയർമാന്മാരും ബാക്കിയുള്ളവരും അതിൻ്റെ ഫാരാഫർണേലിയ പിന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന പൈസ. അതുകൊണ്ട് എന്ത് കാര്യം? സംസ്ഥാന ധനപ്രതിസന്ധിയുടെ കാരണം എന്താണ് എന്നതിൻ്റെ പല വശങ്ങൾ ഇഴകീറി പരിശോധിക്കുകയാണ് സഭയിൽ. ക്രിയാത്മകമായ ചർച്ചയാണ് എന്ന് തന്നെ ഉറപ്പായും പറയാം.